ജയേന്ദ്രൻ മാസ്റ്റർ ഇപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ കർണാടകയിൽ മദ്യം നിർമ്മിക്കുന്നുണ്ട്, മഹാരാഷ്ട്രയിൽ മദ്യം നിർമ്മിക്കുന്നുണ്ട്. കേരളത്തിലേക്ക് 4200 കോടി രൂപയുടെ സ്പിരിറ്റാണ് ഓരോ വർഷവും വരുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഇനത്തിൽ 1 ലിറ്ററിന് 10 രൂപ, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഇനത്തിൽ 1 ലിറ്ററിന് 10 രൂപയാണ് കൊടുക്കാനുള്ളത്. നമ്മുടെ ഇവിടെ കേരളത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ട്രാവൻകൂർ ഷുഗേഴ്സ് അടക്കമുള്ള മദ്യ നിർമ്മാണശാലകൾ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഒരു തുള്ളി പോലും ഇവിടെയില്ല. അത് കൊണ്ടുവരികയാണ്, ലോറികൾ വഴി കൊണ്ടുവരികയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്. അത് ഒഴിവാക്കാൻ അല്ലെങ്കിൽ അത് കുറയ്ക്കാൻ ഇവിടെ തന്നെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുക, ഇപ്പോൾ നടക്കുന്ന മദ്യനിർമ്മാണത്തിന് അത് ഉപയോഗിക്കുക എന്ന പദ്ധതി അനുസരിച്ചാണ്. അതനുസരിച്ച് കേരളത്തിന് GST വരുമാനം കൂടും, ഈ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒഴിവായി കിട്ടും, ഗവൺമെന്റിന് സാമ്പത്തികമായ നേട്ടം ഉണ്ടാവും എന്നുള്ളതാണ് അതിലെ തത്വം. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത, അതായത് കർണാടകയിലും നിങ്ങൾ ഭരിക്കുന്ന മഹാരാഷ്ട്രയിലും നിങ്ങൾ ഭരിക്കുന്ന ഉത്തർപ്രദേശിലും ഒന്നും ഇല്ലാത്ത പ്രശ്നം കേരളത്തിൽ മാത്രമായിട്ട് ഉണ്ടാവുമോ? അതോ കേരളം മാത്രമാണോ ഇത്തരം നിയമങ്ങളൊക്കെ പാലിക്കേണ്ടത്? അഭിലാഷേ, പൊതുരംഗത്തും സാമൂഹ്യ രംഗത്തും മറ്റൊരു സംസ്ഥാനത്തെ അതേപടി പകർത്താനാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സർക്കാർ ഭരിക്കുന്നത് എന്ന വിശ്വാസം അഭിലാഷിനോ എനിക്കോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഈ വിഷയം നമ്മൾ അഭിലാഷെ ചർച്ച ചെയ്യേണ്ടത് അതിന് സവിശേഷമായ നമ്മൾ നിൽക്കുന്ന ഒരു സോണിൽ വെച്ചല്ല. ഇപ്പോൾ അഭിലാഷും TP ജയചന്ദ്രനും പ്രകാശ് മാഷും ഒരുപക്ഷെ ജിൻഡോ ജോണും വർഗീസ് ജോർജും ഒക്കെ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലും നമ്മൾ അതിന് ലഭ്യതയുടെ കാര്യത്തിലും താരതമ്യേന സേഫ് സോണിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. നോക്കൂ, നമ്മൾ ഈ സേഫ് സോണിൽ സംസാരിക്കുമ്പോൾ പാലക്കാടിൻ്റെ സവിശേഷമായൊരു സാഹചര്യവും കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. ഇതുപോലെ തന്നെ മനോഹരമായ പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെയും പഠനത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരുന്നു പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനി വന്നത്. ഞാനിവിടെ അഭിലാഷോട് പറയുന്നത് പുസ്തകമാണ്, പഠനം നടത്തേണ്ട പുസ്തകമാണ്. അതാ ഞാൻ പറയുന്നത്. ഇപ്പം അത് കുറഞ്ഞിട്ട് അതേ അനുഭവമുള്ള എലപ്പുള്ളി പഞ്ചായത്ത് എന്ന് പറയുന്നത് ഞങ്ങൾ ആ ഭൂഗർഭജലം 700 അടിയിലധികം താഴെ പോയതിനെ പുനഃക്രമീകരിക്കാൻ, അത് വീണ്ടും റീചാർജ് ചെയ്യാൻ ചില പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഞങ്ങളറിയാതെ ഞങ്ങളുടെ പഞ്ചായത്തിൽ വരുമ്പോൾ ഞങ്ങൾ ആദ്യപ്പെടുന്നു. പ്രകാശം മാഷ് പറഞ്ഞ കണക്കുകൾ ശരിയാകാം, പ്രകാശം മാഷെ, കണക്കുകൾ അവിടെ ഉണ്ടാകും. പക്ഷേ ചോദ്യം ഈ കണക്കിനനുസരിച്ച വെള്ളം ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്. ഇനി അഭിലാഷ് തുടക്കം മുതൽ ചോദിച്ച എല്ലാവരും മറിച്ചു ഒരുപക്ഷെ സ്കിപ്പ് ചെയ്തൊരു ചോദ്യമുണ്ട്. ഇതിനകത്ത് മദ്യം എന്ന് പറയുമ്പോൾ തൊടുന്നവൻ കീശ വീർപ്പിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ നമ്മുടെ അനുഭവമുള്ളത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കവിതയുടെ വരവും ഈ കമ്പനിയുടെ വിശ്വാസ്യതയും അവരുടെ ചരിത്രവും നമ്മൾ പഠന വിധേയമാക്കേണ്ടത്. നോക്കൂ, ഈ കമ്പനി ഇത് മാത്രമല്ല. നോക്കൂ, 2024 കേരളത്തിലെ ഹോട്ടൽ അസോസിയേഷൻ്റെ ഫെഡറേഷൻ അവരൊരു കണക്ക് പുറത്തുവിട്ട് നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. അവരുടെ ഹോട്ടലുകൾക്ക് ലൈസൻസ് കൊടുക്കാൻ വേണ്ടി 801 അംഗങ്ങളിൽ നിന്നും 2.5 ലക്ഷം വീതം രൂപ പിരിച്ച് 20 കോടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എക്സൈസ് മന്ത്രിയോ ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടുവെന്നും അതൊരിക്കൽ നമ്മൾ ചർച്ച ചെയ്തു. മറ്റൊന്ന്, ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ KM മാണിക്ക് ബിജു രമേശ് 1 കോടി രൂപ കൊടുത്തതും നമ്മൾ ചർച്ച ചെയ്തു. ഒരുപക്ഷെ അതിന് തെളിവുകൾ എത്രമാത്രമുണ്ട് വെബ്സൈറ്റൊന്നും അറിയില്ല. പക്ഷേ ഇവിടെ അതേ രംഗത്ത് കേരളത്തിലെ കുടിവെള്ളത്തിനും അരിയും പച്ചക്കറിയും മാംസവും എന്തിന് നമ്മുടെ ഇലക്ട്രൽ പേപ്പർ അടിക്കാനുള്ള പേപ്പർ ഇല്ലാത്തടത്ത് അത് കിട്ടാനല്ല നമ്മൾ ഇന്ന് മത്സരിക്കുന്നതും ശ്രമിക്കുന്നതും. ഞാൻ ചോദിക്കുന്നത് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പ്രാമുഖ്യം അഭിലാഷ് ചോദിച്ചത് ശരിയാണ്. കേരളത്തിലെ പണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകേണ്ടത് തടയേണ്ടതല്ലേ? ആണ്, എല്ലാ രംഗത്തും തടയേണ്ടതല്ലേ? നേരത്തെ RJDയുടെ ജോർജ് ചോദിച്ച മാതിരിയിൽ പ്രാധാന്യം ഇടതുപക്ഷം കൊടുക്കേണ്ട പോളിസി എന്താണ്? പ്രൈമറി ഇമ്പോർട്ടൻസ് ആണോ സെക്കൻഡറി മാറ്റേഴ്സിനാണോ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? എവിടെയാണ് നമ്മൾ ആദ്യം സ്വയം പര്യാപ്തത കൊടുക്കേണ്ടത്? ഒന്നും കൂടി ഉണ്ട് അഭിലാഷേ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എന്താ? മദ്യം ഉപഭോഗത്തിൻ്റെ ഫലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താ പറയുക, അറപ്പും വെറുപ്പും ഭീതിയും പടർത്തുന്ന അതിക്രമങ്ങളെക്കുറിച്ചുമാണ്. അതാണ് ഞാനിവിടെ ചോദിക്കുന്നത്. കവിതയുടെ വരവ്, പഞ്ചാബിലി കമ്പനി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തെറ്റിച്ചത്, അവർ നടപടി നേരിട്ടത്, ഡൽഹിയുമായി ബന്ധപ്പെട്ട അവരുടെ വീട്, അതുമായി ബന്ധപ്പെട്ട് നേരത്തെ സംശയിക്കപ്പെട്ട അത് സംരക്ഷിക്കാൻ കേരളത്തിലെ വിശദീകരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ സംശയം ചോദിച്ചത്. കവിത എന്ന വ്യക്തി, കവിത എന്ന രാഷ്ട്രീയ നേതാവ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷെ അവർ സൗത്ത് എന്ന ഒരു ഗ്രൂപ്പിന് വേണ്ടി, ഗ്രൂപ്പ് ഓഫ് സൗത്ത് എന്ന പേരിൽ, സൗത്ത് ഗ്രൂപ്പിന്റെ കവിത, പിന്നെ ശരത് ചന്ദ്ര റെഡ്ഡി, ശ്രീനിവാസ റെഡ്ഡി, ഈ 3 പേരുടെ അവർ 3 പേര് കൂടി, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലെ 3 പേര് കൂടി 100 കോടി രൂപ സോഴ്സ് ചെയ്ത് അത് കെജ്രിവാളിന് കൊടുത്തു. അതിന് 45 കോടി ഗോവയിൽ ചെലവഴിച്ചു എന്നൊക്കെയുള്ളതാണ് EDയുടെ കേസ്. ആ കേസിന്റെ വസ്തുതകൾ എന്തായാലും അതാണ് കേസ്. അതിൽ തന്നെ
ബാക്കി ഇപ്പോൾ ഈ ശരത് ചന്ദ്ര റെഡ്ഡി അദ്ദേഹം മാപ്പുസാക്ഷിയായി മാറി. അദ്ദേഹത്തിന്റെ കമ്പനി അരവിന്ദോ ഫാർമ 35 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു. തൊട്ടടുത്ത ആഴ്ച അദ്ദേഹം മാപ്പുസാക്ഷിയായി. അതുപോലെ തന്നെ ശ്രീനിവാസ റെഡ്ഡി അദ്ദേഹം YSR കോൺഗ്രസ് നിന്ന് TDPയിൽ ചേർന്നു. ഇപ്പോൾ TDPയുടെ MP ആണ്, അദ്ദേഹവും മാപ്പുസാക്ഷിയായി മാറി. കവിത അവിടെ ക്രൂശിക്കപ്പെട്ടു. കവിത മാത്രം, ബാക്കിയുള്ളവരൊക്കെ നിങ്ങളുടെ ആൾക്കാരായി മാറി. വാട്ടവർ, എന്റെ പോയിന്റ് ഇതല്ല. ഇപ്പോ നമ്മുടെ ഇവിടേക്ക് വന്നിരിക്കുന്നത് പക്ഷേ ഈ സൗത്ത് ഗ്രൂപ്പിൽ മെമ്പർമാരായിട്ടുള്ള ആ കമ്പനികളല്ല, മറിച്ച് മൽഹോത്ര ഗ്രൂപ്പിന്റെ ഒയാസിസ് ആണ്. അതിന്റെ ഗൗതം മൽഹോത്രയും നടപടി നേരിട്ടിട്ടുണ്ട് ഇതുപോലെ. പക്ഷെ ഇവരൊക്കെ വ്യത്യസ്ത ഗ്രൂപ്പുകളാണ്. ഈ വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഡൽഹി ഗവൺമെന്റിനെ കോഴ കൊടുത്ത് സ്വാധീനിച്ചു എന്നുള്ളതാണ് കേസ്. ഈ കവിത വേറെ, മൽഹോത്ര വേറെ. ഇവർ രണ്ടുപേരും കൂടെ കൂട്ടിക്കെട്ടാൻ ഇവർ റൈവൽസ് ആണ് ഒരർത്ഥത്തിൽ. കാരണം ഇവർ ഓരോ വിവിധ ഇടങ്ങളിലെ മദ്യത്തിന്റെ അവകാശം വാങ്ങാൻ വേണ്ടിയിട്ടാണ് പൈസ കൊടുത്തിട്ടുള്ളത്. കവിതയും മൽഹോത്രയും തമ്മിൽ എന്താണ് ബന്ധം? കവിതയും മൽഹോത്രയും അറസ്റ്റിലായിട്ടുണ്ട് എന്നത് ഒഴിച്ചാൽ അപ്പോൾ കവിതയും ഈ പറഞ്ഞ ഒയാസും തമ്മിലുള്ള എന്തെങ്കിലും ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യം കോൺഗ്രസിന്റെ കയ്യിലോ ആരോപണം ഉന്നയിച്ച ആളുകളുടെ കയ്യിലോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ വിശദീകരിക്കപ്പെടേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ കവിതയും ഇതുമൊക്കെ തമ്മിൽ എന്താണ് ബന്ധമെന്ന്. ഞാൻ വരാം.